ഉസ്താദ് യാത്രയേറ്റവും വിചിത്രമായ ഉസ്താദിന് അനുഭവപ്പെട്ട എന്തെങ്കിലും സംസ്കാരങ്ങളുണ്ട്? സംസ്കാര സമ്പന്നരാണ് നമ്മൾ മനസ്സിലാക്കുന്ന പലരും. അതിലുള്ള നമുക്ക് വലിയൊരു സ്ട്രേഞ്ചായി തോന്നി. പക്ഷെ ഇതൊരു ഫോട്ടോ ആണ്, ആസ്ട്രോ ഫോട്ടോഗ്രാഫി. ഈ വാനനിരീക്ഷണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഷനാണ്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ രാത്രികളിലും മിഡ് നൈറ്റിന് ശേഷം പുറത്തിറങ്ങി ആകാശത്തൊക്കെ നോക്കിയിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഈ രാത്രി പകല് ആകാശം ഭൂമി ഇതിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് എന്നുള്ള ആയത്തോത് എല്ലാ ദിവസവും നമുക്ക് സുന്നത്താക്കി. മന്ത്രിമാരൊക്കെ പല നാടുകളിലേക്ക് യാത്ര ചെയ്യും. നമ്മളെ ടാക്സിന്റെ പൈസ കൊണ്ടല്ലേ പോകണമെന്ന്. ലോ കോസ്റ്റ് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും ആൾക്കാർ. ഇപ്പോൾ ഹിച്ചേക്ക് ചെയ്തിട്ടൊക്കെ യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഫുഡിനല്ല പ്രശ്നം, അത് കഴിക്കണ ആൾക്കാർക്കാണ് പ്രശ്നം ഉസ്താദ് പറഞ്ഞതിന്. സിവിലിസ് എന്ന പേരുള്ള നമ്മുടെ നോളജ് സിറ്റിൻ്റെ ഉദ്ഘാടന പരിപാടിൻ്റെ സമയത്ത് അതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് എല്ലാ ജില്ലയിലും പോയിട്ട് സിവിലൈസേഷൻ ടോക്ക് എന്ന് പറഞ്ഞിട്ട് ഉസ്താദിൻ്റെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് മീഡിയ പേഴ്സണായിട്ട് വരാൻ എനിക്ക് ഭാഗ്യം കിട്ടീന്. അന്ന് ഉസ്താദിൻ്റെ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, ഓരോ സിവിലൈസേഷനെ കുറിച്ചും ഉള്ള ഒരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് ഉസ്താദ് പറഞ്ഞ് മൊറോക്കോയിലുള്ള കറാവീൻ യൂണിവേഴ്സിറ്റിനെ കുറിച്ച്, അതേപോലെ ബാഗ്ദാദിലെ റൗണ്ട് സിറ്റിനെ കുറിച്ച്, അൽ-അന്ദലസിലുള്ള കോർദോവ മോസ്കിനെ കുറിച്ചൊക്കെ ഉസ്താദ് അന്ന് പറഞ്ഞിരുന്നു. ആ സിവിലൈസേഷൻ ടോക്ക് കേട്ടതിൻ്റെ ശേഷം യാത്ര ചെയ്യുമ്പോൾ യാത്രകൾ ഒന്നും കൂടെ അർത്ഥമുള്ള യാത്രകളായി തോന്നി. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ പോണ സമയത്ത് ജമാ മസ്ജിദിൻ്റെ ചുറ്റുമുള്ള പരിസരവും, ബീജാപ്പൂർ പോയ സമയത്ത് ഗോൽ ഗുംബസിനേക്കാൾ ജുമാ മസ്ജിദിന് ചുറ്റുമുള്ള സ്ഥലം, അതുപോലെ ഇപ്പോൾ കേരളക്കാർക്ക് ഏറ്റവും പരിചയമുള്ള സ്ഥലമാണ് മുംബൈയിലുള്ള മസ്ജിദ് സ്ട്രീറ്റ്. അതും മുംബൈ ജുമാ മസ്ജിദിൻ്റെ ചുറ്റുവട്ടത്താണ്. അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ അനുഭവപ്പെടുന്നതാണ്. ആദ്യം ഒരു ടൂറായിട്ട് പോയിരുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഒന്നും കൂടെ ട്രാവൽ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറി. അതൊക്കെ ഈ ഒരു സിവിലൈസേഷൻ ടോക്ക് കേട്ടതിൻ്റെ ശേഷം അതിൽ കണ്ടിന്യൂസ് പല ദിവസങ്ങളിലും ഈ സെയിം പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അത് എന്നിൽ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. യാത്രയുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കലായിരുന്നു ചില യാത്രകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ലോകം ഉൽപ്പത്തി മുതൽ തന്നെ യാത്രയാണ്. ആദം അലൈഹിസ്സലാം ശ്രീലങ്കയിൽ വന്നു. ഹവ്വ റളിയല്ലാഹു അൻഹാനെ തേടിയിട്ട് ഇവിടുന്ന് സൗദി അറേബ്യയിലാണ് എത്തിയത്. അറഫയിൽ നിന്നാണ് കണ്ടുമുട്ടുന്നത്. അന്ന് മുതലേ മനുഷ്യന് യാത്രയാണ്. പിന്നീട് വന്ന അമ്പിയാക്കന്മാരുമെല്ലാം ഇന്ത്യയിൽ വന്ന നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താനങ്ങൾ, അവരാണല്ലോ പിന്നെ ഈ ദ്രാവിഡന്മാരും മറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ യാത്രയ്ക്ക് എന്തായാലും വലിയൊരു പർപ്പസ് ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, യാത്ര കൊണ്ട് എന്താണ് കിട്ടുന്നത്? തഫ്രീജു ഹമ്മിൻ വക്തിസാബ് മഈഷത്തിൻ ഇൽമുൻ വഇർഫാനുൻ വസുഹ്ബത്തു മാജിദി. അപ്പോൾ ഒന്ന് മൈൻഡ് ഫ്രഷ്നെസ് തന്നെയാണ് റാഹത്ത് കൈവരിക്കുക എന്നുള്ളത്. റാഹത്ത് കൈവരിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ പോയി വന്നതുകൊണ്ടാവില്ല. പോകുമ്പോൾ ഓരോന്നിലുള്ള ആ സൗന്ദര്യത്തെ വീക്ഷിക്കുകയും അതിൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കാണുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഒരു മൈൻഡ് ഫ്രഷ്നെസ് വരുന്നത്. മറ്റൊന്ന് എന്തെങ്കിലും വരുമാന മാർഗം ഉണ്ടാവുക എന്നുള്ളതാണ് യാത്രയിലൂടെ. പിന്നെ ഇൽമ് കിട്ടും, അറിവ്. ഓരോ യാത്രയും നമ്മൾ ഓരോ പേജ് വായിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം ഈ ഭൂമി മുഴുവനും അറിവാണ്. മരങ്ങളായാലും ചെടികളും പാറകളും വെള്ളവും എല്ലാം അറിവാണ്. അങ്ങനെ കണ്ടുപോകുമ്പോൾ ഓരോ പേജ് വായിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ആത്മജ്ഞാനം കിട്ടും. പിന്നെ വസുഹ്ബത്തു മാജിദി, ഗുഡ് ഫ്രണ്ട്ഷിപ്പ് കിട്ടും. അപ്പോൾ ഇവിടെയുള്ള ഫ്രണ്ട്ഷിപ്പ് വിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പുതിയ നല്ല ഫ്രണ്ട്ഷിപ്പ് വീണ്ടും കിട്ടും. ഇതൊക്കെ യാത്രയിൽ കിട്ടുന്നത്. അപ്പോൾ യാത്രയിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകകാണ്ഡ മരങ്ങൾ, തെങ്ങ്, കവുങ്ങ് പോലുള്ള, ഇപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ തൗഹീദിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു മരം മുറിച്ചാൽ ഒരു ആയത്താണ് മുറിക്കുന്നത്. വലിയ ശിഖരങ്ങളുള്ള ആൽമരം പോലുള്ള വലിയ മരങ്ങൾ, അത് ബശരീയത്തിനെയാണ് കാണിക്കുന്നത്. ഒന്നിൽ നിന്ന് തുടങ്ങി 10,000-ങ്ങളിലേക്ക്, ആദമിൽ നിന്ന് തുടങ്ങി. അപ്പോൾ ഇനിയും അത്തരം യാത്രകൾ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകട്ടെ. ഞാൻ താജ്മഹൽ കാണാൻ പോയപ്പോൾ ആദ്യൊരു പ്രാവശ്യം പോയി, അതിങ്ങനെ കണ്ടു പോന്നു. രണ്ടാമത്തൊരു പ്രാവശ്യം പോയപ്പോൾ അതിൽ ഒരു ഗൈഡ് ഈ കല്ലിനുള്ളിൽ ടോർച്ച് അടിച്ചിട്ട് കാണിച്ചു തന്നു. അപ്പോൾ പച്ചയും മഞ്ഞയും കല്ലൊക്കെ കത്തുണ്ട്, മറ്റേ കത്തുന്നില്ല. അപ്പോൾ അതിലൊരു സീക്രട്ട് ഉണ്ടെന്ന് മനസ്സിലായി.
പിന്നെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഒരു ആർക്കിയോളജിസ്റ്റ് അതിൻ്റെ മുകളിൽ ആയാത്തുകൾ സൂറത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട്. വലിയ താജ്മഹലിൻ്റെ മുകളിലും താഴെ അവർ എഴുതിയിട്ടുണ്ടെങ്കിലും സാധാരണ മുകളിലോട്ടെത്തുമ്പോൾ അത് തടി കുറഞ്ഞ് കാണുമല്ലോ. ഇതങ്ങനെ കാണാത്ത രീതിയിലാണ് അത് എഴുതി വെച്ചത്. അങ്ങനെ മനസ്സിലായി. പിന്നീട് ഒരിക്കൽ ഒരു ചരിത്രകാരൻ ശരിക്കും വിശദീകരിച്ച് തന്നപ്പോൾ ഇതിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗത്ത് വശംസ് സൂറത്താണുള്ളത്. ദുഹാൻ്റെ സമയമാകുമ്പോൾ സൂര്യൻ അടിക്കുന്ന സ്ഥലം വദ്ദുഹാവല്ലയിലിൻ്റെ സൂറത്താണുള്ളത്. അങ്ങനെ ഓരോ സ്ഥലത്തും എഴുതിയ ആയത്തുകൾക്കും സൂറത്തുകൾക്കും പ്രത്യേകത ഉണ്ട്. പിന്നെ യമുനയിലേക്കുള്ള വാതിൽ ഖദർ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ മുഗളന്മാരുണ്ടാക്കിയ വെള്ളത്തിലേക്കുള്ള എല്ലാ കോട്ടയിലെ വാതിലുകൾക്കും ബാബുൽ ഖദർ അലൈഹി ഇസ്ലാമിൻ്റെ പേരിലാണ് വാതിൽ. അത് ഈ അജായിബുകളുടെ കാര്യം പറഞ്ഞ സമയത്ത് ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ വരുന്ന സമയത്ത് ഒരു സംഗതിയാണ് ഈ ആസ്ട്രോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ ഒരു സമയമൊക്കെ സ്പെൻഡ് ചെയ്തെടുക്കുന്ന ഫോട്ടോ ആണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി. നമ്മുടെ ഈ സിറ്റിയുടെ ഈ ചുറ്റുവട്ടത്തിൽ നമുക്ക് കുറച്ച് ലൈറ്റ് പൊല്യൂഷൻ കുറഞ്ഞ സ്ഥലമായിട്ട് നമുക്ക് തോന്നിയത് നോളജ് ഗാർഡൻ ആണ്. നോളജ് ഗാർഡൻ ഞങ്ങളെടുത്തൊരു ഫോട്ടോ ഉണ്ട്. അത് അവസാനം എന്താണത്? അത് നമ്മുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ നമ്മൾ ക്യാമറ ട്രൈപ്പോഡിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ സെക്കൻഡ് വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഇവരുടെ സ്ഥാനത്ത് നിന്ന് വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫോട്ടോസ് എല്ലാം ഒരുമിച്ച് വരുന്ന സമയത്ത് കിട്ടുന്നൊരു ഫോട്ടോയാണിത്. ഇതൊരു ഫോട്ടോ ആണ്. അതെ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, ആകാശത്തിന് ഫോട്ടോ എടുക്കുക. അതെ, ഇപ്പം അതൊരു ട്രെൻഡായിട്ട് വരാം. കുറേ ചെറുപ്പക്കാർ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കലും അതുപോലെ നക്ഷത്രങ്ങളെ ഫോട്ടോ എടുക്കുക അങ്ങനത്തെ. അതാണ് നമ്മൾ ഇന്നലെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ആകാശത്തിൻ്റെ ഫോട്ടോ എടുത്ത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും തമിഴ്നാട്ടിലൂടെ പോകുമ്പോൾ. അത് ആക്ച്വലി അല്ലാഹുത്തആല ക്യാമറയാണ് മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ ഉപകരണം. അത് കണ്ണാണല്ലോ. കണ്ണ് തന്നെയാണല്ലോ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണിൽ വീഡിയോയും ഫോട്ടോയും രണ്ടുമുണ്ട്. അപ്പോൾ പ്രതിബിംബത്തെ തലച്ചോറിൽ കൊടുക്കുന്നു, തലച്ചോറിൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അത് ഫോട്ടോ ആയി. അതിൽ മൂവികളുണ്ടാകുമ്പോൾ അത് ഫിലിമായി. രണ്ടുമുണ്ട്. അതിനെയാണ് പിന്നീട് ഒരു യന്ത്രമാക്കിയിട്ട് മറ്റൊരാൾ മാറ്റുകയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സാധാരണ ദൂരമുള്ള എന്തോന്ന് വായിക്കണമെങ്കിൽ നമ്മൾ സൂം ചെയ്തിട്ട് അത് വായിക്കുമല്ലോ, ക്യാമറ ഉപയോഗിച്ചിട്ട് വലുതാക്കിയെടുക്കുന്നു. അപ്പോൾ ഈ വാനനിരീക്ഷണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറയാം. ഏറ്റവും പാഷനാണ്. നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. എല്ലാ രാത്രികളിലും മിഡ് നൈറ്റിന് ശേഷം പുറത്തിറങ്ങിയ ആകാശത്തൊക്കെ നോക്കിയിട്ട് എന്നിട്ട് സൂറത്ത് ആല ഇമ്രാനിലെ അവസാനത്തെ ആയത്തുകൾ ഇന്ന ഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ഈ രാത്രി പകൽ ആകാശം ഭൂമി ഇതിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് എന്നുള്ള ആയത്തോത് എല്ലാ ദിവസവും നമുക്ക് സുന്നത്താക്കി. അപ്പോൾ എല്ലാ ദിവസവും വാച്ച് ചെയ്യും. വാനനിരീക്ഷണം ചരിത്രത്തിൽ പണ്ഡിതന്മാരുടെയൊക്കെ ഒരു വലിയ ഒരു പാഷൻ. അതാണ് ഉലുഗ് ബേഗ്. സഹീറുദ്ദീൻ ബാബറിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഉലുഗ് ബേഗ്. അദ്ദേഹമാണ് ആദ്യമായി ഒരു ഒബ്സർവേറ്ററി ഉണ്ടാക്കിയത്. താഷ്കണ്ടിൽ പോയാൽ കാണാം ദ ഫസ്റ്റ് ഒബ്സർവേറ്ററി. വലിയൊരു കെട്ടിടം, സൂര്യൻ്റെ രശ്മികൾ അതിലൂടെ കടന്നു വരുന്നതും പതിക്കുന്നതൊക്കെ അടയാളപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ ഈ ട്രെൻഡുമായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട് അല്ലേ? നോളജിറ്റിൻ്റെ അടുത്തുള്ളൊരു ഇതിന് മെയിനായിട്ട് വേണ്ടത് ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്തൊരു സ്ഥലമാണ്. സോ അതിന് തന്നെയായിരിക്കും ഈ മിഡ് നൈറ്റിന് ശേഷമാണ് തങ്ങൾ പുറത്തു വന്നിട്ട് ഇത് നോക്കുന്നത്. അപ്പോൾ എല്ലാ ലൈറ്റ് അക്കാലത്താണെങ്കിലും വിളക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് എല്ലാ വിളക്കുകളും കെടുത്തിയിട്ടുണ്ടാവും. പിന്നെ കിടന്നുറങ്ങുമ്പോൾ വിളക്കൊക്കെ കെടുത്തണം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ലൈറ്റ് പൊല്യൂഷൻ വലിയൊരു പ്രോബ്ലമാണ്. ഞാൻ MLA പറഞ്ഞു നാൾ ഹൈമാസ് ലൈറ്റ് വേണ്ട. കാരണം ആൾക്കാർക്കൊക്കെ മാനസിക രോഗവും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് അതൊരു കാരണം. ഉറങ്ങുന്ന സമയത്ത് നല്ല ഇരുട്ട് വേണം. ഉസ്താദിനെ ശരിക്കും അറിയണതിൻ്റെ മുമ്പൊക്കെ ഈ പ്രസംഗങ്ങളിലും അതുപോലെ ഏതെങ്കിലും പരിപാടിക്കൊക്കെ കണ്ടിട്ടാണ് അറിയാം. ആ സമയത്ത് തന്നെ ഉസ്താദിൻ്റെ ലാംഗ്വേജൊക്കെ നോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ സ്റ്റാഫായി വന്നതിൻ്റെ ശേഷം മനസ്സിലായത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉസ്താദ് ഇപ്പോൾ തൃശ്ശൂർക്കാർ വരികയാണെങ്കിൽ തൃശ്ശൂർക്കാർ സ്ലാങ്ങിലാണ് സംസാരിക്കുക. അതുപോലെ ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നു വെച്ചാൽ തമിഴിലാണ് സംസാരിക്കുക. അത് കന്നഡക്കാർ വരികയാണെങ്കിൽ കന്നഡയിൽ. ഇപ്പോൾ ലാസ്റ്റ് മലേഷ്യക്കാർ വന്ന ഉസ്താദ് അപ്പഖബാർ എന്നൊക്കെ ചോദിച്ചിട്ടാണ് സ്വീകരിച്ച്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ അവിടുത്തെ ഭാഷ അറിഞ്ഞിട്ട് യാത്ര ചെയ്യണതും അവിടുത്തെ ഭാഷ അറിയാതെ യാത്ര ചെയ്യണതും തമ്മിലുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ?
ഇത് ഒന്ന് റിഫ്ലക്ഷൻ മൈൻഡാണ്. ഇപ്പോൾ എനിക്ക് തമിഴ്നാട്ടിൽ ചെന്ന തമിഴ് വരുള്ളൂ. മലയാളികളോടാണെങ്കിലും നമ്മൾ തമിഴ് പറയുള്ളൂ. അപ്പോൾ അതുപോലെ തൃശ്ശൂർക്കാരനെ കണ്ടാൽ അത് പർപ്പസ്ഫുള്ളി ആണ് നല്ലത്, ഓട്ടോമാറ്റിക് അങ്ങനെ ആവും. അത് ഭാഷ കുറച്ചെങ്കിലും പഠിച്ചുകൊണ്ട് പോകുന്നതാണ് നല്ല ഏതൊരു നാട്ടിലേക്ക് പോകുമ്പോൾ. ഞാൻ ഉസ്ബക്ക് പോകുമ്പോൾ എനിക്ക് അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ അന്ന് ചെക്കിനിൽ ക്യൂ നിൽക്കുമ്പോൾ നാട്ടുകാരൻ ഒരാൾ ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ പരിചയപ്പെട്ടു. അത് വളരെ റെയറായി കിട്ടും. അപ്പോൾ അയാളോട് ചോദിച്ച് ഫ്ലൈറ്റിൽ സീറ്റിലെടുത്തിരുന്ന ഒരു 10-20 വാക്ക് പഠിച്ചു അവിടെ പോകുമ്പോഴേക്ക്. അപ്പോൾ ആ നാട്ടുകാർക്ക് നമ്മൾ അവരുടെ ഭാഷയിലൊരു വാക്ക് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതാത് നാട്ടുകാരുടെ ഭാഷ അറിയണമല്ലോ. അപ്പോൾ അതിന് കൂടുതലായിട്ട് പഠിക്കണം. പിന്നെ ഒരു ഭാഷ സംസാരിക്കാനും കേട്ട് മനസ്സിലാക്കാനും പഠിക്കാനും 15 ദിവസം മതി. ഡീപ്പായിട്ട് സാഹിത്യവും അതിൻ്റെ എഴുത്തും വായനയും മറ്റൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ദിവസങ്ങൾ ആവശ്യമുള്ളത്. അത് യാത്രയിൽ അപ്പോൾ നമ്മൾ പല ആൾക്കാരെയും കണ്ടുമുട്ടുമല്ലോ. നമ്മൾ പല ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അപ്പം ഇപ്പോൾ ഇത്രയും കാലം യാത്ര ചെയ്തതിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരാൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്ദർഭം പറയാൻ പറഞ്ഞാൽ കണ്ടുമുട്ടിയ വ്യക്തികൾ. ഇപ്പോൾ യമനിൽ ചെന്നപ്പോൾ ഹബീബ് പറഞ്ഞ കണ്ടുമുട്ടി. അത് പിന്നീട് ജീവിതത്തിൽ മറക്കാത്ത ഒരു ബന്ധമായിട്ട് തുടർന്നു. അതുപോലെ ഇസ്താംബൂളിൽ ചെന്ന സമയത്ത് അവിടുത്തെ ആ ഫാത്തിഹ് എന്ന് പറഞ്ഞ സ്ഥലം, ചാർഷംബ, അവിടുത്തെ ആ മസ്ജിദും അവിടെ കണ്ട മനുഷ്യരെയും, ഒരാളും രണ്ടാളും അല്ല, അവിടെ കണ്ട മൊത്തം ആളുകൾ ഒരേ സ്റ്റൈലും ഒരേ രീതിയും പെരുമാറ്റവും കാര്യങ്ങളും വളരെ അട്രാക്റ്റീവായിട്ടുള്ള, ആരും കാണേണ്ട, വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെ മക്കയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളവിടെ കാണുന്ന വ്യക്തികൾ, പണ്ഡിതന്മാർ, അവരൊക്കെ പിന്നെയും നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും കാണാൻ വേണ്ടി. മക്കയിൽ ഇപ്പോഴും നമ്മളെപ്പോൾ പോയാലും കാണുന്നൊരു സ്കോളറുണ്ട്. നാട്ടിലാണെങ്കിലും ബന്ധപ്പെടും. അതൊരിക്കൽ കണ്ട ഒരു ബന്ധമാണത്. അങ്ങനെയാണ് സാധിക്കുന്നത്. ജോർദാനിൽ ഒരിക്കൽ പോയ സമയത്ത് പള്ളിക്കകത്തിരിക്കുന്ന അവിടെ ഒരു ആർക്കിടെക്ചറൽ മോണ്യുമെൻ്റ് പണി പൂർത്തിയായിട്ട് അതിൻ്റെ ഒരു മിനുക്ക് പണിക്ക് വേണ്ടി എൻജിനീയേഴ്സ് ഇരിക്കുക. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു, കിട്ടിയ നമ്പറിൽ വീണ്ടും ബന്ധപ്പെട്ടു. അതൊരു വലിയ ബന്ധമായി തുടർന്നു. അപ്പോൾ അക്സിറു അൽ ഉഖുവത്ത, ഫ്രണ്ട്ഷിപ്പ് വർദ്ധിപ്പിക്കുക, അത് ഖൈറാണെന്നാണ് ദീനും പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കൽ കഴിഞ്ഞ നേപ്പാൾ പോണ സമയത്ത് എനിക്ക് ശ്രീലങ്കയിലൊരു ലേ ഓവർ ഉണ്ടായിരുന്നു, ഒരു 1 ഡേ. ശ്രീലങ്ക പോയിട്ട് നേപ്പാളിലേക്ക് ഫ്ലൈറ്റ് അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ശ്രീലങ്കയെ കാണാനും കൂടി വേണ്ടി പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം രാവിലെ നേപ്പാളിലേക്കുള്ള അടുത്ത ഫ്ലൈറ്റും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ നിൽക്കാനൊരു സ്ഥലം അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയ സമയത്ത് ഒരു സുഹൃത്ത്, ഒരാൾ, അപ്പോൾ അവിടുത്തെ ഭാഷ സിംഹളായതുകൊണ്ട് നമ്മൾ പറയണ തമിഴൊന്നും അവർക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഇയാളെന്ന് വന്ന് തന്നെ നമ്മൾ ഒരു സെയിം പ്രായക്കാരനാണ്. അപ്പം ആൾ വന്ന് ഹെൽപ്പ് ചെയ്ത്, അപ്പോൾ ആളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു മൂപ്പരോട്, എനിക്ക് നാളെ തിരിച്ചു പോകണം, അപ്പോൾ ഇന്ന് രാത്രി നിൽക്കാൻ പറ്റിയൊരു സ്ഥലം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. ആ മൂപ്പരാൾ ഒരു മടിയും കൂടാതെ മൂപ്പര് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുക, ഇവിടെ നമുക്ക് വീടുണ്ട്. അവർ വേറെ സ്ഥലത്ത് നിന്ന് വന്ന് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മൂപ്പര കൂടെ അവിടെ പോയി. മൂപ്പരാൾ എന്നെ അവിടെ കാണാനൊക്കെ സഹായിച്ച് മൂപ്പരാളെ വീട്ടിൽ നിന്ന് ഞാൻ പിറ്റേ ദിവസം രാവിലെ എനിക്ക് എയർപോർട്ടുകളിൽ വണ്ടി വരെ മൂപ്പര് എന്ത് ചെയ്തത്. അതാണ് നല്ല മനുഷ്യന്മാർ. അപ്പോൾ ഒരു വിദേശി നാട്ടിലെത്തിയാൽ അവർ നമ്മുടെ അതിഥികളാണല്ലോ. അതിഥിക്ക് എല്ലാം ചെയ്തു കൊടുക്കൽ നമുക്ക് നിർബന്ധമാണ്. അതറിയുന്ന ഒരു മുസ്ലിമായിരിക്കും അദ്ദേഹം. സൂറത്തുൽ കഹ്ഫിൽ അതല്ല പറഞ്ഞത്, ഖദർ നബി അലൈഹി സ്വലാമിനെയും മൂസാ നബി അലൈഹി സ്വലാമിനെയും സ്വീകരിക്കാൻ നാട്ടുകാർ തയ്യാറായില്ല. അതിനെക്കുറിച്ച് ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞു, ഫഅബൗ അൻ യുളയ്യിഫൂഹുമ. എനിക്ക് ഈ ഭാഷ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് മോസ്കോയിൽ ഇതുപോലെ ലേ ഓവർ ഉണ്ടായ സമയത്താണ്. ഇതൊരു ബക്കറ്റ് കിട്ടാൻ വേണ്ടി പല മാങ്ങിയ ഭാഷയിലെല്ലാം സംസാരിച്ചു. അവസാനം ഒരു സ്പൂണും ഉണ്ട് തന്നു. ഞാനങ്ങനെ പറഞ്ഞെടുത്തിട്ടോ മനസ്സിലാകുന്നില്ല. അപ്പം നമുക്കൊരു മിനിമം ലാംഗ്വേജും പിന്നെ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടുകാരുടെ കൾച്ചറും മുൻകൂട്ടി അറിഞ്ഞു വെക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അബദ്ധങ്ങളായി മാറും.
ദുബായിലൊക്കെ അവരുടെ കൾച്ചർ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലമുണ്ട്, ഹെറിറ്റേജ് ട്രെയിനിങ്, കൾച്ചറൽ ട്രെയിനിങ് സെൻറ്റർ. ഇവിടെ കാവ തന്നാൽ എങ്ങനെയാണ് പിടിക്കേണ്ടത്, തിരിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ ആക്കേണ്ടത്, ഇത് അവിടെ ടൂറിസ്റ്റുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഇത് നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ ഫുഡിൻ്റെ ഇത് പറയുമ്പോൾ മുമ്പന്ന് മലേഷ്യയിൽ തെലങ്കാനയിൽ പോയ സമയത്ത് മൊത്തം മീനിൻ്റെ കുറേ ഐറ്റംസ് ഉസ്താദ് കഴിച്ച സമയത്ത് നമ്മൾ ഉണ്ടായിന്. അപ്പോൾ ചിലതൊക്കെ മധുരമുള്ള കറികൾ പോലെയൊക്കെ തോന്നി. അപ്പോൾ ഉസ്താദിനെ ചോദിച്ച് എങ്ങനെയുണ്ട് ഫുഡ്, എങ്ങനെയുണ്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് 1-2 കുഴപ്പമില്ല എന്നുള്ളതിലേ പറഞ്ഞത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞ് ഭക്ഷണമൊക്കെ നല്ലതാണ്, എല്ലാ ഭക്ഷണവും രുചികരമാണ്. ആ ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഫുഡിനല്ല പ്രശ്നം, അത് കഴിക്കണ ആൾക്കാർക്കാണ് പ്രശ്നം ഉസ്താദ് പറഞ്ഞതിന്. അപ്പോൾ നമ്മൾ ഒരു നാട്ടിലെത്തുമ്പോൾ എങ്ങനെയാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് എന്ന്. ഫുഡ് ആയാലും വസ്ത്രമായാലും മറ്റെന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കുദ്റത്തിനെ. ഈ നാട്ടുകാർക്ക് മുളക് കറിയിൽ മധുരം ഇടുന്നു, വേറൊരു നാട്ടുകാർ ചായയിൽ ഉപ്പിടുന്നു. അപ്പോൾ അവർക്കത് ടേസ്റ്റാണ്, ഇത് നമുക്ക് ടേസ്റ്റാണ്, നമുക്ക് ടേസ്റ്റ് ആവുന്ന അവർക്ക് ആവുന്നില്ല. എന്തുകൊണ്ടാണിത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ കൊടുത്തിട്ടുള്ള വൈവിധ്യങ്ങൾ, വഫിഖ്തിലാഫി അൽസിനത്തിക്കും വൽവാനിക്കും, നിങ്ങളുടെ അഭിരുചിയിലും ലാംഗ്വേജിലൊക്കെയുള്ള ഡിഫറൻസിൽ ആയാത്തുല്ലി ഉലിൽ അൽബാബ്, അതൊക്കെ ചിന്തിക്കാൻ മനുഷ്യന് വലിയ പാഠങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ നമുക്കിഷ്ടമാവലെങ്ങനെ, ഇറ്റ് ഈസ് വെരി ടേസ്റ്റി എന്നൊരാൾ പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ്. ഒട്ടുമിക്ക ഭക്ഷണവും അപ്പോൾ ടേസ്റ്റി ആകും. ചിലർക്ക് തീരെ അങ്ങനെ പരിചയമില്ലാത്ത ആളുകൾക്ക് മറ്റ് ടേസ്റ്റുകൾ അനുഭവിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നീയത്തോടുകൂടി ആകുമ്പോൾ എല്ലാ ടേസ്റ്റും ചെയ്യാം. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ യാത്രകളിൽ അധികം ആൾക്കാരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ. സോളോ യാത്ര എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അതിനുള്ള ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത്. 2 ആൾ പോകുന്നതും ഖറാഹത്താണ്, 3 ആളെങ്കിലും വേണം എന്ന്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന നമ്മൾ കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ മറ്റൊക്കെ വിജനമായ ഭൂമിയിലൂടെ പോകുമ്പോഴാണ് ഒറ്റയ്ക്കാവുന്നത്. മറ്റിപ്പോൾ KSRTCയിൽ കോഴിക്കോട് നിന്ന് കൊണ്ട് കയറി അതിലാളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ 3 ആൾ പോകാമെന്ന് പറഞ്ഞാൽ 3 ആൾ പോയി ഒരു സ്ഥലത്ത് ഇറങ്ങി പിന്നെ അവിടുന്ന് 3 ആൾ 3 വർഷത്തേക്ക് പോയാൽ അപ്പോൾ ഒറ്റക്കായി വീണ്ടും. അപ്പോൾ അതുണ്ടാകരുത്. അതേസമയത്ത് ചില ആളുകൾക്ക് അള്ളാഹുവുമായി ഫ്രണ്ട്ഷിപ്പ്, അപ്പോൾ അവർക്ക് വളരെ ആ യാത്രയിൽ അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ അവർ അള്ളാഹുവുമായുള്ളൊരു ചങ്ങാത്തം അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒറ്റയ്ക്ക് പോലെ ആയിരിക്കും ഇഷ്ടം. അതിന് കുഴപ്പമില്ല. ചില ആളുകൾ അങ്ങനെ ദിക്റും ചൊല്ലി അവർ മറ്റൊന്നിലേക്കും പോകില്ല, കേടുവരില്ല എന്നുറപ്പുള്ള ആളുകൾക്ക് ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഒരു യാത്രയിൽ എങ്ങനെയായാലും എത്ര വലിയ സൗകര്യമുള്ളൊരു ലോകത്താണെങ്കിലും യാത്രയിൽ പലപ്പോഴും മനുഷ്യന് ബുദ്ധിമുട്ടുകളും ടെൻഷനുകളൊക്കെ വരും. അപ്പോൾ ഒരാളുണ്ടായാൽ വലിയൊരു ആശ്വാസമായിരിക്കും. അതുകൊണ്ട് ഒറ്റയാൻ യാത്രകളെക്കാൾ എപ്പോഴും സംഘയാത്രകളാണ് നല്ലത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്കൊന്നും പറഞ്ഞ മാതിരി ഫ്ലൈറ്റ് കയറി ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ യൂറോപ്പിലേക്കും മറ്റൊക്കെ പോകുമ്പോൾ ഒക്കെ ഒരർത്ഥത്തിൽ ഒറ്റയാൻ യാത്രയാണ്. പക്ഷേ സംഘങ്ങൾ ആരെങ്കിലും ഉണ്ടാവും. പിന്നെ നമ്മളെ കൂടെ ഖുർആൻ ഉണ്ടാവും, അല്ലെങ്കിൽ പുസ്തകങ്ങളുണ്ടാവും. അതൊക്കെ കൂട്ടുകാരായി മാറും. അപ്പോൾ പൊതുവെ ഇപ്പോഴത്തെ ഈ സോളോ യാത്രയുടെ കൂടെ തന്നെ പറയാൻ പറ്റിയ ഒരു യാത്രയാണ് ഈ വളരെ ചിലവ് ചുരുക്കി അല്ലെങ്കിൽ എന്താ പറയുക 0 മണി ലോ കോസ്റ്റ് യാത്രകളൊക്കെ ചെയ്യാറുണ്ട് പലപ്പോഴും ആൾക്കാർ. ഇപ്പം എന്നല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ ഹിച്ചേക്ക് ചെയ്തിട്ടൊക്കെ യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എവിടെ നിന്ന് ഭക്ഷണം വെള്ളമൊക്കെ കിട്ടുക? കൈ കാണിച്ച് ഇപ്പോൾ ലോറിക്കാരൊക്കെ കൈ കാണിച്ച് പോവുക, അവരെ ഭക്ഷണം ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇവർ സ്വന്തമായി കുക്ക് ചെയ്യുക, എന്തെങ്കിലും അരിയൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ചിലവ് ചുരുക്കിയിട്ട് 0 എന്ന് പേരിടാം. ചിലവ് ചുരുക്കി യാത്ര ചെയ്യാം, അത് നല്ലതാണ്. പക്ഷെ ഒരിക്കലും യാത്രക്കാരൻ മറ്റുള്ളവർക്കൊരു ഭാരമാകാൻ പാടില്ല. ഒത്തസവ്വതു യാത്രക്ക് പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകണമെന്ന്, ഇല്ലെങ്കിൽ ക്യാഷ് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ATM കാർഡ് ഉണ്ടാവണം. അപ്പോൾ എന്നാൽ അതിൻ്റെ ഈ ക്വാണ്ടിറ്റി കുറക്കാം. ഇപ്പോൾ ഹോട്ടലിൽ തന്നെ കയറി കിടത്തണമെന്നില്ല, ഒരു പത്രം വാങ്ങിയിട്ട് ബസ് സ്റ്റാൻഡിൽ കിടന്നാലും മതിയല്ലോ. ഇപ്പോൾ ചിലവ് ചുരുങ്ങി. വെള്ളം കുപ്പിയിൽ നിന്ന് വാങ്ങിക്കൊള്ളണമല്ലോ, റോഡ് സൈഡിൽ പൈപ്പിലുണ്ടാവും, അത് കുടിച്ചാലും മതി.
അപ്പോൾ ഭക്ഷണം ചിലപ്പോൾ അവിടെ നേർച്ചുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ലങ്കർ ഉണ്ടാവും, സപ്ലൈ ഉണ്ടാവും. അതൊരു യാചനയല്ല, അത് നമുക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് മതിയാവും. എന്നാൽ മറ്റുള്ളവർക്ക് ഒരിക്കലും ബേഡനാവാത്ത രീതിയിലാണ് യാത്ര ചെയ്യാവൂ എന്നുള്ളത്. ഉസ്താദ് പുറത്ത് പോയിട്ട് കണ്ട പല കാര്യങ്ങളും ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൂട്ടത്തിൽ പെട്ടതാണ് ഷുർബഹാനൊക്കെ. നമ്മുടെ ഷുർബഹാന ബഗ്ദാദിലെ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അവിടെയുള്ള ഷുർബഹാനയാണ് ഇതിൻ്റെ പേര് വയ്ക്കാനും ഇതിലേക്കൊരു താല്പര്യം വരുത്തിയത്. അജ്മീറിലും അതേ രൂപത്തിൽ ലങ്കർ ഉണ്ട്, എങ്കിലും ഒരു ഖാന എന്നുള്ള രീതിയിൽ അനുഭവപ്പെട്ടത് അവിടെയാണ്. പിന്നെ നോക്കുമ്പോൾ ഒരു ഇസ്ലാമിക് കൾച്ചറിൻ്റെ ഭാഗമാണ് എല്ലാ സിറ്റികളിലും. അതാണ് മലയാളത്തിൽ ഊട്ടുപുര എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം സ്നേഹമാണെന്ന്. അപ്പോൾ യാത്രയിൽ കണ്ടാൽ നമുക്ക് അവിടെ നിന്ന് പറ്റിയ നല്ല സാധനങ്ങൾ കൊണ്ടുവന്ന് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാം. നമ്മൾ ഓരോ രാജ്യത്തും ചെല്ലുമ്പോൾ അവിടെ പലതുണ്ട്. ഇവിടെ വരുമ്പോൾ ചിലർക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനും ഉണ്ടാവും. അല്ലാതെ നമ്മളിങ്ങനെ പോയി കുറേ കറങ്ങി വന്നു എന്നും കൊണ്ടുവന്നില്ല. ഇപ്പം എന്താ കൊണ്ടുവന്നത് എന്ന് പുറക്കാർ ചോദിക്കുമല്ലേ. അപ്പോൾ പറയും ഇനി അങ്ങോട്ട് ചായയിൽ പഞ്ചസാര ഇടണ്ട എന്ന ആശയം കൊണ്ടുവന്നു. ഇനി കസേര അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിലത്തിരുന്നാൽ മതി എന്ന ആശയം കൊണ്ടുവന്നു. കൈ കഴുകാൻ പൈപ്പ് ആവശ്യമില്ല, ഒരു പാട്ടൽ മതി, ഇപ്പോൾ കുറഞ്ഞ വെള്ളം ചിലവാകും, അവരാശയം കൊണ്ടുവന്നു. അപ്പോൾ ഹദിയ കൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. കാരണം ഒരാൾ എന്തെങ്കിലും ഗിഫ്റ്റ് തന്നാൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് തിരിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ നല്ലൊരു വാക്ക്, ഒരു വാക്കും ഒരു ഗിഫ്റ്റാണ്, ഒരു നോളജ് ഒരു ഗിഫ്റ്റാണ്, ഒരു അനുഭവങ്ങളൊരു ഗിഫ്റ്റാണ്. അതിപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഷുർബഹാനയാണെങ്കിലും ഈ മനുഷ്യന്മാരൊക്കെ യാത്രയിലൂടെ അനുഭവിച്ച ഓരോ കാര്യങ്ങളാണല്ലോ. അപ്പോൾ അത് യാത്ര ഏറ്റവും വിചിത്രമായി അനുഭവിച്ചൊരു സംസ്കാരം, അല്ലെങ്കിൽ വിചിത്രമായ ഉസ്താദിന് അനുഭവപ്പെട്ട എന്തെങ്കിലും സംസ്കാരങ്ങളുണ്ടോ ഏതെങ്കിലും എവിടെയെങ്കിലും? എനിക്ക് റീസെൻ്റ്ലി ഒരു രാജ്യത്ത് പോയപ്പോൾ, രാജ്യത്തിൻ്റെ പേര് ഞാൻ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ അവിടുന്ന് അവരൊരു വിശിഷ്ടമായൊരു സദസ്സിലേക്ക് ഒരു സദ്യയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ട്, ഞാനും പെട്ടു, ഇന്ത്യയിൽ നിന്ന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്ന് ഒരു മജ്ലിസിലിരുന്നു, നന്നായി സംസാരിച്ചു, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവങ്ങളൊക്കെ പറഞ്ഞു, കാഫിയൊക്കെ കുടിച്ചു, മിഠായി കഴിച്ചു. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ അടുത്ത് ഡൈനിങ് ഹാളിലേക്ക് പോയി. അപ്പോൾ ഒരു മേശ മാത്രമേ ഉള്ളൂ, എൻ്റെ മുകളിൽ ആടിനെ കിടത്തി വെച്ചിട്ടുണ്ട് ചോറിൽ. കസേര കാണുന്നില്ല. ഞാൻ കരുതി കസേര ഇപ്പോൾ വരും, താൽഹുന ഇവിടെ നിന്നോളിന്നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രേഞ്ചായി തോന്നി. അപ്പോൾ ഞാൻ വേഗം പോയി കൈയൊക്കെ കഴുകി വന്ന്, കസേര കാണുന്നില്ല, എനിക്ക് അത് ശരിയാവുന്നില്ല. നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നാണ്. പിന്നെ കസേരയായി, അതുമില്ല നിന്നുകൊണ്ട് തിന്നുവാണ് അവർ. അവസാനം ഞാനിവിടെ പ്ലേറ്റില്ലെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പ്ലേറ്റ് വരുത്തി, പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് ഞാൻ സോഫയിൽ പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് കഴിച്ചു. അപ്പോൾ അത് ആ നാട്ടിലെ മന്ത്രി തന്ത്രി പോലുള്ള വലിയ വലിയ ആളുകൾ, വിവരമുള്ള ആളുകളും ഞാൻ സംസ്കാര സമ്പന്നരാണ് നമ്മൾ മനസ്സിലാക്കുന്ന പലരും അതിലുള്ള നമുക്ക് വലിയൊരു സ്ട്രേഞ്ചായി തോന്നി. അത്തരം കാര്യമായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അങ്ങനെയുള്ള പല സംഗതികളും നമുക്ക് പല നാട്ടിലും കാണാൻ കഴിയും. ചില നാട്ടിൽ ചെന്നാൽ അവർക്ക് കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ അറിയില്ല, സ്പൂണില്ല, അന്ന് കുടുങ്ങി. അപ്പോൾ അത് അവരവരുടെ കുറവല്ല, ആ നാടിൻ്റെ ഒരു രീതിയാണത്. ഇപ്പോൾ അങ്ങനത്തെ ഒരാൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ വയനാട്ടിൽ കൊണ്ടുപോയപ്പോൾ പുട്ടും പഴവും കൊടുത്ത്, ഇതെങ്ങനെ സ്പൂൺ കൊണ്ട് തന്ന, ഞാൻ ഒന്നിപ്പോൾ കൈ കൊണ്ട് തന്നല്ലേ എന്നറിവുള്ളൂ. അപ്പോൾ കൈ കൊണ്ട് പൊട്ടിച്ച് കഴിച്ചു. പക്ഷെ ശീലിച്ചവർക്ക് അതെല്ലാം സാധിക്കും. യാത്ര ഒരു ഇബാദത്താണെന്ന് എങ്ങനെ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിനെ മനുഷ്യൻ യാത്ര ചെയ്യാവും, വെറുതെ ഇങ്ങനെ പോയപ്പോരാ ഇല്ല. അപ്പോൾ ആ യാത്രയിൽ കിട്ടുന്ന കാര്യങ്ങളെ പറ്റി പറഞ്ഞല്ലോ, അറിവ് കിട്ടും, അനുഭവങ്ങൾ കിട്ടും, സുഹൃത്തുക്കളെ കിട്ടും, പുതിയ പുതിയ അറിവെന്ന് പറഞ്ഞാൽ വിശാലമാണത്. അതുപോലെ നമുക്ക് യാത്രയ്ക്ക് ഇസ്ലാമിൽ വലിയ യാത്രയുടെ ആദാബുകൾ, പോകുന്നതിന് മുമ്പ് ജനങ്ങളുമായുള്ള ഡീലിങ്സ്, പുറപ്പെടുമ്പോഴുള്ളത്, പുറപ്പെട്ട് കഴിഞ്ഞാലുള്ളത്, ഇങ്ങനെ വളരെ വിശദമായി യാത്രയെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ യാത്രക്കാരന് നിസ്കാരത്തിലൊക്കെ ആനുകൂല്യങ്ങളുണ്ട്, കൺസെഷൻ. നിസ്കാരം 4 റക്അത്തുള്ളത് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. 2 ടൈമിങ്ങിനെ ഒന്നാക്കിയിട്ട് ഒരു ടൈം സോണാക്കി മാറ്റാൻ പറ്റും, ളുഹുർ അസ്റൊക്കെ ഒന്നിച്ച്. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് തന്നെ യാത്ര ചെയ്യും വേണം. ഈ ഖസ്ർ, ജംഅ്,
പോലുള്ള ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ട്രെയിനിൽ നിസ്കാരം, വിമാനത്തിൽ നിസ്കാരം, കപ്പലിൽ നിസ്കാരം, പിന്നെ എവിടെ വെച്ച് നിസ്കരിക്കാം. നിസ്കാരത്തിന് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ ഒരിക്കൽ ജമ്മുവിലേക്ക് ഡൽഹിയിൽ നിന്ന് ബസ്സിൽ പോകുമ്പോൾ പഞ്ചാബിലെ ഒരു സ്ഥലത്ത് അങ്ങ് എത്തിയപ്പോൾ അവിടെ സുബഹിയായി. ബസ് ഡ്രൈവറോട് പറഞ്ഞ് നിർത്തി തന്നു. എവിടെ ഒരു സ്ഥലം കാണുന്നില്ല, വൃത്തിയുള്ള മഴയും മറ്റൊക്കെ. അപ്പോൾ ആ പെട്രോൾ പമ്പിൻ്റെ കൗണ്ടറിൻ്റെ ഉള്ളിൽ മുകളിലൊക്കെ ദൈവങ്ങളൊക്കെ ഉണ്ട്. പേപ്പർ വെച്ച് താഴെ നിസ്കരിച്ചു. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. ആളുകൾ സൗകര്യം ചെയ്ത് തരുകയും ചെയ്യും. മറ്റു മതക്കാർക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കൊരു നിസ്കാരത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത്തരം കാര്യങ്ങളൊക്കെ യാത്രയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ യാത്ര ചെയ്യാനും യാത്രയെ പകർത്തി സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ ആളുകളാണല്ലോ. അപ്പോൾ നല്ല നല്ല ഫോട്ടോകൾ, പ്രത്യേകിച്ച് പ്രകൃതിയുടെ മരങ്ങളും ചെടികളും ആ നാട്ടിലുള്ള കെട്ടിടങ്ങളുടെ മാതൃകകൾ, അതൊക്കെ ഒരു ഫോട്ടോ മതിയാകും. ഒരു എൻജിനീയർക്ക് വലിയൊരു ജീവിതമാർഗമായി മാറാൻ നിങ്ങൾ കൊടുക്കുന്നൊരു ഫോട്ടോ മതിയാകും. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ സമൂഹത്തിന് പകർത്തി കൊടുക്കുന്നതും നല്ലൊരു കാര്യം തന്നെയാണ്. ആ നിലക്കുള്ള ചിത്രീകരണങ്ങൾ അതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾക്കും ഫലങ്ങൾക്കും വേണ്ടിയാകുമ്പോൾ അതൊരു പുണ്യമാകും. അതിലൂടെ നമുക്ക് കൂലി കിട്ടുകയും ചെയ്യും. കുറച്ച് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ Q&Aയിൽ ഉസ്താദ് പറഞ്ഞതിന് ഉസ്താദിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ തുർക്കി, അതുപോലെ ഉസ്ബക്കൊക്കെ പറഞ്ഞിരുന്നു. ഉസ്താദിന് അവിടുത്തെ കൾച്ചറാണോ ആർക്കിടെക്ചറാണോ, എങ്ങനെയാണ്, ഏത് ഇതിലാണ് ഉസ്താദിന് ഇഷ്ടം? പലതും. അടുത്ത മെയിൻലി ജനങ്ങളാണ്. ജനങ്ങൾ, അവരുടെ പെരുമാറ്റം, അവരുടെ ആതിഥ്യ മര്യാദകൾ, അതുപോലെ പിന്നെ അവിടുത്തെ ഒരു ഫുഡ് ക്വാളിറ്റി, വാട്ടർ പ്യൂരിറ്റി, ഓവറോൾ ഒരു ഇസ്ലാമികമായ ചുറ്റുപാട്, അതാണല്ലോ പുഞ്ചിരിയും പെരുമാറ്റവും കാര്യങ്ങളും. അതൊക്കെ മർക്കസ് നോളജ് സിറ്റി കണ്ട് പോകുന്ന സമയത്ത് ഒരു അമേരിക്കക്കാരനൊരിക്കൽ എന്നോട് പറഞ്ഞു, ഒരു കാര്യം പറയാനുണ്ട് ഉസ്താദ്, യു ആർ വെരി ഗുഡ് ട്രെയിനിങ്, ഓൾ ഐ കുഡൻറ്റ് സീ അതർ ദാൻ എ സ്മൈലിംഗ് ഫേസ് എന്നാണ്. ഞാൻ പറഞ്ഞു, അത് നമ്മളങ്ങനെ പ്രത്യേക ട്രെയിനിങ് കൊടുത്തിട്ടൊന്നുമില്ല. അതൊരു സുന്നി സ്റ്റൈലാണ്. ലോകത്തെവിടെയായാലും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളാകുമ്പോൾ അവർ പുഞ്ചിരിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് അതിഥികൾ വന്നാൽ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നോർമലി ഓഫീസിലിരിക്കണ പോലെ അല്ലല്ലേ, യാത്ര ആകുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്ഥാനം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് എവിടെയെങ്കിലും ഫ്ലൈറ്റ് കിട്ടാതെ കുടുങ്ങി, അല്ലെങ്കിൽ കൊറോണൻ്റെ സമയത്ത് കുറേ ആൾക്കാർ കുടുങ്ങിയതൊക്കെ കേട്ടി. ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശരിക്കും ബുദ്ധിയിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നം പ്രയാസം എന്ന് തോന്നുന്നതിനൊക്കെ അത് എൻജോയ് ചെയ്താൽ പിന്നെ ബുദ്ധിക്കൊരു മുട്ടും വരില്ല. പക്ഷേ യാത്രയിൽ പലതരത്തിലുള്ള അത്തരം ആളുകൾക്ക് പ്രയാസങ്ങളാണെന്ന് തോന്നാവുന്ന പലതും വരും. അതുകൊണ്ടാണ് അസ്സഫറു ഖിത്അത്തും മിനൽ അസാബ് എന്ന് പറഞ്ഞത്. യാത്ര ഒരു ദുരിതം തന്നെയാണ്. അപ്പോൾ അത് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിന് പോകുന്നു, ലഗേജ് എടുക്കാൻ ആളുണ്ട്, പിന്നെ ചെന്ന് താമസിക്കാൻ വലിയ ഇടമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്ത് ബുദ്ധിമുട്ടാണ്? ചിലപ്പോൾ ടിക്കറ്റ് അടിച്ചോ സ്പെല്ലിംഗ് തെറ്റിപ്പോയിണ്ടാവും. അപ്പോൾ എയർപോർട്ടിലവിടെ കയറ്റില്ല. ആകെ ബേജാറായി, എല്ലാം തുഫാനായി. അപ്പോൾ 20 കിലോ ലഗേജുള്ള സ്ഥലത്ത് 21 കിലോ ആയിപ്പോയി. അപ്പം ക്യാഷ് കൊടുക്കാൻ ഒന്നുമില്ല, ക്രെഡിറ്റ് കാർഡ്, ഫോണിൽ ചാർജും ഇല്ല, ചാർജർ കിട്ടാനുള്ള, നാട്ടുകാരോട് വർത്താനം പറയാൻ അറിയില്ല. ചെറിയ കാര്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് ചിലപ്പോൾ യാത്രയിൽ വന്ന് പെടും. അങ്ങനത്തെ എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും ബുദ്ധി ഉപയോഗിച്ചിട്ട് ആ മുട്ടിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശ്രമിക്കേണ്ടത്. അത് കുറേ കാലം മുന്നേ മുതൽ യാത്ര ചെയ്യണ്ടല്ലോ, ചെറുപ്പകാലത്തിലും ഇപ്പോഴും യാത്ര ചെയ്യണ്ടല്ലോ. അപ്പോൾ ഈ കുറേ കാലം മുന്നത്തെ യാത്രയും ഇപ്പോഴത്തെ യാത്രയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ? പഴയ കാലത്ത് ചെറുപ്പത്തിൽ നടന്നാണ് പോകാറുള്ളത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ വന്നു. അപ്പോൾ പിന്നെ നടത്തം ഇല്ലാതായി. ദീർഘദൂര യാത്രകൾ ട്രെയിനിൽ ജനറൽ ബോഗികളിലാണ് പോവുക. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷനായി, റിസർവേഷനായി, പിന്നെ AC ക്ലാസ്സുകൾ വരാൻ തുടങ്ങി. പിന്നെ വളരെ ദീർഘ യാത്രകളൊക്കെ വിമാനത്തിലായി മാറി. അങ്ങനെ യാത്രയ്ക്ക് നമ്മുടെയൊക്കെ മുമ്പുള്ളൊരു കാലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ അന്ന് വിസയും വേണ്ട, പാസ്പോർട്ടും വേണ്ട, ആർക്കും എവിടെയും പോകാവുന്നൊരു കാലം. അന്ന് നല്ല സുഖമായിരിക്കുമല്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ അന്ന് യാത്ര സൗകര്യങ്ങളില്ല, പാലങ്ങളില്ലാത്തൊരു കാലം. കേരളത്തിൽ കൂടെ നടന്നു നോക്കൂ, എത്ര കിലോമീറ്റർ പോകാൻ പറ്റും?
പിന്നെ തോണിയിലാണ് അന്ന് പോകല്. തോണി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയും, അപ്പോൾ പേടിയാവും. ഇപ്പോൾ തോണി കയറാൻ പറ്റിയ സ്ഥലം ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിൽ. ഞാനിപ്പോൾ അടുത്ത് കർണാടകയിലെ ഗീർസൊപ്പ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഹൊന്നവാറിൽ പോയിട്ട് നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നാട്ടിൽ പോയിരുന്നു. അപ്പോൾ ഇവിടെ ചെറിയ തോണി, മരക്കലം, അതിലാണ് പുഴ കിടക്കുന്നത്. കടുത്ത തോണി. അതെ. മുമ്പ് വെളിയങ്കോട്, പുതുവന്നാനിയിൽ നിന്ന് വെളിയങ്കോട്ടേക്ക് നമ്മൾ തോണിയിൽ കടന്നിട്ടുണ്ട്. അന്ന് പാലം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടുന്ന് പാലപ്പെട്ടിക്ക് പോയി, പാലപ്പെട്ടിയിൽ നിന്ന് പുത്തമ്പള്ളിക്ക് പോകുമ്പോൾ അവിടെയും ചെറിയൊരു തോണി കിടക്കാനുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ പാലം വന്നു. നമ്മുടെ വലവട്ടണത്ത് പാലം വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അതിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അന്ന് പോകുമ്പോൾ ആരോ എന്നോട് പറഞ്ഞു, പണ്ട് പാലമില്ലായിരുന്നു, അന്ന് ആ പാലത്തിൻ്റെ മുകളിലാണ് ട്രെയിനും കാറും ഒരേ പാലത്തുമ്മ കൂടി പോവാം. അപ്പോൾ സൗകര്യങ്ങളിങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ റോഡ് എത്ര വലുതാക്കിയാലും അതിൻ്റെ ഡബിൾ വാഹനങ്ങൾ വരും. ട്രാഫിക് ജാം ഇല്ലാതാകുന്നൊരു കാര്യം ഇല്ല. അതിപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉസ്താദ് 2 പ്രാവശ്യം 3 പ്രാവശ്യം ദിവസം യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പഴയ കാലത്ത് പോയ ഒരു സ്ഥലം പെട്ടെന്ന് മാറിയതായിട്ട് ഉസ്താദിന് തോന്നിയിട്ടുണ്ട്? അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ സംസ്കാരത്തിലോ അല്ലെങ്കിൽ അവിടുത്തെ വേറെ എന്തെങ്കിലും തരത്തിൽ? അത് ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ദുബായ് പോലുള്ള രാഷ്ട്രങ്ങളിലാണ്, ദുബായ് പോലുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് 6 മാസം കഴിഞ്ഞ് എന്നാൽ തന്നെ നമ്മൾ നോക്കി വെച്ച സ്ഥലങ്ങളുണ്ടാവില്ല. ഇപ്പോൾ മദീനയിൽ ഒരു പ്രാവശ്യം ഞാൻ പോയി വന്ന്, പിന്നെ ഒരിക്കൽ ഞാൻ തന്നെ പോയിട്ട് ഒരാളുടെ വീട്ടിലേക്ക് ഞാൻ അങ്ങനത്തെ വീട്ടുകാരൻ എങ്ങനെ എത്തി, അന്ന് വന്ന വഴി നമുക്കറിയാം. ഈജിപ്തിൽ പോയാൽ അന്ന് നടന്ന വഴികൾ ഓൾമോസ്റ്റ് ഇന്നും കുറേയൊക്കെ ബാക്കിയുണ്ടത്, അങ്ങനെ തന്നെ പോകാൻ പറ്റും. ദുബായിൽ ചെന്ന് 6 മാസം കഴിഞ്ഞ് പോയാൽ പിന്നെ ആ വഴി അറിയില്ല. ഇപ്പോൾ പിന്നെ നാവിഗേഷൻ സംവിധാനം ഉള്ളതുകൊണ്ട് അതാണ് സ്ഥിതി. ചിലയിടങ്ങൾ പെട്ടെന്ന് മാറുന്നു, ചിലത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറാത്തതാണ്. സൗദി അറേബ്യയിൽ അങ്ങനെയായിരുന്നു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറാത്ത അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞ കാലമായിട്ട് ചിലയിടങ്ങളിൽ പെട്ടെന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. വയനാട്ടിലെ ചുരമൊക്കെ കണ്ടില്ലേ, എൻ്റെ കാലാവധി കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഉസ്താദ് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയത് അനുഭവം ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായ സമയത്താണ്? ഇല്ല, അന്നൊന്നും എന്തൊക്കെ അറിയില്ല. ഫ്ലൈറ്റ് കയറിയത് ആദ്യമായിട്ട് ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്കും ബോംബെയിൽ നിന്ന് കൈറോവിലേക്കും. അന്ന് ബോംബെയിൽ നിന്ന് പോകാനുള്ള വിമാനം നേരം വൈകിട്ട് ഹോട്ടലിൽ കൊണ്ടുപോയി പിറ്റേന്നാണ് പോകുന്നത്. ഇപ്പോൾ ഈ ഡിപ്ലോമാറ്റുകളൊക്കെ, മന്ത്രിമാരൊക്കെ പല നാടുകളിലേക്ക് യാത്ര ചെയ്യും. അപ്പോൾ ആൾക്കാരൊക്കെ ഇപ്പോൾ അതിനെ നെഗറ്റീവായിട്ട് കാണും, നമ്മളെ ടാക്സിൻ്റെ പൈസ കൊണ്ടല്ലേ പോകണമെന്നുള്ള നിലക്ക്. അപ്പോൾ അത് ശരിക്കും ഡെവലപ്മെൻറ്റിന്, നമ്മളെ നാട് ഡെവലപ്പ് ചെയ്യാൻ ശരിക്കും പുറത്ത് പോയാലല്ലേ മനസ്സിലാവുള്ളൂ. അതിന് ഉസ്താദ് ഇങ്ങനെ കാണണേ? അത് തന്നെ, മന്ത്രിമാരെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തതാണ് നമ്മുടെ നാട് കഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം. സമീപകാലത്താണ് കേരളത്തിൽ നിന്നുള്ള ചില മുഖ്യമന്ത്രിമാർ തന്നെ വിദേശത്ത് പോകാൻ തുടങ്ങിയത്. അതിൻ്റെ വലിയ മാറ്റം നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും വലിയ സെക്രട്ടറിനോട് ചോദിച്ചു, ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോൾ അയാൾ വീടും ഓഫീസും അല്ലാതെ വേറെ എവിടെയും ദുനിയാവ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. യാത്ര നിർബന്ധമായും ചെയ്യണം. അതിനുവേണ്ടി നാട്ടുകാർ അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് യാത്ര ചെയ്യിക്കാൻ വേണ്ടത്. പത്രക്കാരും യാത്ര ചെയ്താൽ ആ മന്ത്രിയെ പ്രശംസിക്കണം. അയാൾ നാട് കാണാൻ പോയി. നാട് കാണാൻ പോകുന്നത് കേവലം എൻജോയ് ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് ഓരോ യാത്രയിലും അവർക്ക് നല്ല പാഠങ്ങളുണ്ടാവും. ഞാനിത് മുമ്പ് സിറാജിൽ എഴുതിയിരുന്നു. മന്ത്രിസഭ ഉണ്ടായ സമയത്ത് പ്രത്യേകിച്ച് PWD, അതുപോലെ നിർമ്മാണത്തിൻ്റെ ഇതിൽ പഞ്ചായത്ത് മന്ത്രിമാർ പോലുള്ള ആളുകൾ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ രീതി, മലേഷ്യ, സിംഗപ്പൂർ പോലുള്ള സ്ഥലത്തൊക്കെ ചെന്നാൽ നമുക്ക് നല്ല പാഠങ്ങൾ അതിൽ നിന്ന് കിട്ടാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണ മലേഷ്യയിൽ പോയപ്പോൾ പുത്രജയ അവിടെ വെച്ച് ഞാനൊരു വീഡിയോ കോൾ ചെയ്തിട്ട് കേരളത്തിൻ്റെ ടൂറിസം മന്ത്രിക്കും പിന്നീട് അതുപോലെ ഇപ്പോൾ MLA ആയ അന്നത്തെ ഓപ്പോസിഷനിലുള്ള ഒരാൾക്കും ഞാൻ കാണിച്ചു കൊടുത്തു. നമ്മുടെ നാട്ടിൽ ഉള്ള ചില വെള്ളക്കെട്ടുകൾ, ഇപ്പോൾ കൊയിലാണ്ടിയിലെ കണയങ്കോട് പോലുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നേർക്കുനേരം ഉള്ളത് തന്നെ ചെറിയ സൗകര്യങ്ങൾ കൊണ്ട് 10,000 ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും. അവിടെ വെറും ഭൂമിയെ അവർ കെട്ടി എടുത്ത് വെള്ളവും തടാകവും ആക്കി മാറ്റിയത്. ഇതുപോലൊരു നേച്ചർ കാണുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റു നാടുകളിൽ പോകണം.
തുർക്കിയിൽ ചെന്നപ്പോൾ ഒരിക്കലും അവിടെ നമ്മുടെ ഒരു അയൽ രാജ്യത്തുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരവിടുത്തെ മുനിസിപ്പാലിറ്റി പഠിക്കാൻ വേണ്ടി വന്നതാണ്. യാത്ര ചെയ്യുന്നതിനെ എത്രയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പോയി വന്നാൽ എന്തൊക്കെ കണ്ടോ, ഇനി ഇവിടെ എന്താ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പത്രക്കാർ ചോദിച്ചാൽ മതി. അപ്പം അവരും അവരുടെ യാത്ര ഒരു റെസ്പോൺസിബിലിറ്റി യാത്രയായി മാറും ചെയ്യല്ല. ഉസ്താദ് ഇപ്പം തന്നെ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തല്ലോ. അപ്പോൾ ഇനി യാത്ര ഇനി പോയി കാണണം, അല്ലെങ്കിൽ ഇനി എവിടെയെങ്കിലും പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? കുറച്ചേ പോയിട്ടുള്ളൂ. ഇനി ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്യാനുണ്ട്. പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും പോകണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഇൻഫ്ലുവൻസ അവിടെ, അല്ലെങ്കിൽ വേറെന്തോ എബോള, അങ്ങനെ പലതും വന്നിട്ട് യാത്രകൾ മുടങ്ങിപ്പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. യാത്ര ഇന്ന സ്ഥലം എന്നില്ല, പോകാത്തിടങ്ങളിലെല്ലാം പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പോയ സ്ഥലങ്ങളിൽ മിക്കവാറും വീണ്ടും പോകണം എന്നുള്ള താല്പര്യവുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഇങ്ങനെ ന്യൂ ജനറേഷനിലും കുറച്ച് ആൾക്കാർ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ അനുഭവത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം അല്ലെങ്കിൽ യാത്ര ചെയ്യണം, യാത്ര മാത്രമായി പോകരുത്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അതിലൊരു റിലാക്സിന് വേണ്ടി ഒരു നിശ്ചിത സമയം, ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ, അങ്ങനെയൊക്കെയാണ് യാത്രകൾ പോകേണ്ടത്. പിന്നെ ആവശ്യങ്ങൾക്ക് പോകുന്നത് മറ്റൊരു കാര്യം. പിന്നെ യാത്രയിൽ ഒരേ പ്രായക്കാരായ ആളുകൾ മാത്രം യാത്ര ചെയ്യരുതെന്നാണ്. യാത്ര ചെയ്യുമ്പോൾ പ്രായം കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാകും. അതൊരു സാംസ്കാരികമായ കെട്ടുറപ്പിന് നല്ല കാര്യമാണ്. പിന്നെ യാത്രയിലും നിസ്കാരവും മറ്റൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധയുണ്ടാവണം. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫർമാർ തന്നെ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ, പോയ സ്ഥലത്ത് ഫോട്ടോ എടുത്ത് പകർത്തി കൊടുക്കുമ്പോൾ ജനോപകാരപ്രദമായ കാര്യമായിരിക്കും. ഇപ്പോൾ സ്റ്റാറ്റസ് വയ്ക്കുന്നൊരു സ്വഭാവമുണ്ട്, എനിക്കങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാലും ചിലയിടങ്ങളിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ ഹീത്രോൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസ് വയ്ക്കും. ഞാനിവിടെ ഉണ്ടെന്ന് മാലോകരെ അറിയിക്കല്ല അതിൻ്റെ ലക്ഷ്യം. ആ നാട്ടുകാരായ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അവർ ഞാൻ വന്നു എന്നുള്ളൊരു വിവരം അറിയിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഇപ്പോൾ ഞാൻ ഇന്ന നാട്ടിലെത്തി, ഇന്ന സ്ഥലത്തൊക്കെ ഞാനുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയുള്ള സെൽഫീസ്. പിന്നെ സെൽഫീസ് നമ്മുടെ ഫോട്ടോ അല്ല ആളുകൾക്ക് കൊടുക്കേണ്ടത്. നമ്മുടേതിപ്പോൾ എവിടെ പോയാലും നമ്മൾ തന്നെ അല്ലേ, അത് മാറിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ. അപ്പോൾ ആ സ്ഥലങ്ങളിലുള്ള പിക്ചറും കാര്യങ്ങളും കൊടുക്കുക. സ്വന്തം ഫോട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ സെൽഫീസ്, റീൽസ്. ഇന്നലെ ഒരു മരിച്ച വീട്ടിൽ പോയപ്പോൾ റീൽസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, മരിച്ച വീട്ടിൽ, കല്യാണത്തിൻ്റെ വീട്ടിൽ ഇവിടെ ഒന്നും റീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന ചില സംഗതികൾ അതിലാണ് റീൽ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം. അപ്പം അങ്ങനെ യാത്ര വലിയൊരു പുണ്യമാണ്, വലിയ അറിവിൻ്റെ വഴിയാണ്, യാത്ര അനുഭവങ്ങളാണ്. യാത്രയിലൂടെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് സഹായിക്കാനും നമുക്ക് ജീവിതത്തിൻ്റെ പല മാർഗങ്ങളും തുറന്നു കിട്ടാനും എല്ലാം യാത്രയിലൂടെ സാധിക്കും. നിങ്ങൾക്കും ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് യാത്രകൾ ചെയ്യാനും അതിലൊക്കെ നന്മ കൊയ്യാനും സാധിക്കട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.